ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആം, ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി, ഇപ്പം അയർലൻഡിലെ ഡിപ്പെൻഡ് വിസയുടെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആം, നമ്മുടെ അപ്രൂവൽ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പം ഷോർട്ട് ആൻസർ, ഇപ്പോഴും അയർലൻഡിലെ ഫാമിലി റീയൂണിഫിക്കേഷൻ അഥവാ ഡിപ്പെൻഡ് വിസ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബട്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ഏകദേശം 12 മന്ത്സാണ് അവർ പ്രോസസ്സിങ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 8 to 10 months മിനിമം എടുക്കുന്നുണ്ട്. അതിന് മുമ്പ് കിട്ടുന്നവരുണ്ട്, അത് കഴിഞ്ഞ് കിട്ടുന്നവരുണ്ട് കേട്ടോ. 1 year കഴിഞ്ഞ് വരെ വിസ അപ്രൂവ് ആയവരുണ്ട്. അപ്പം ഷോർട്ട് ആൻസർ എസ് എന്നാണ്, കിട്ടുന്നുണ്ടെന്നാണ്. ഇപ്പോൾ യു കെയിൽ ഉണ്ടായ പോലെ അതിന് സ്റ്റോപ്പേജ് ഒന്നും ഉണ്ടായിട്ടില്ല, എപ്പോഴും കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന പ്രൂഫ് നേരത്തെ പോലെ ഇപ്പം നന്നായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന പ്രൂഫ് എസ്പെഷ്യലി റെൻ്റ് എഗ്രിമെൻ്റ് ആയിട്ടും നമ്മളുടെ എന്താ പറയുന്നത്, മണി അക്കൗണ്ടിൽ കാണിക്കുന്ന ക്യാഷിൻ്റെ ആണെങ്കിലും ഒക്കെ അവർ തൊറവായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പിലാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, ക്രിട്ടിക്കൽ സ്കില്ലിന് അണ്ടറിൽ വരുന്നവർ ഇവിടെ വർക്ക് ചെയ്യുന്നവരും, പിന്നെ ജനറൽ വർക്ക് പെർമിറ്റിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരും. ക്രിട്ടിക്കൽ സ്കില്ലിന് മീൻസ് നേഴ്സസ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്കിൽ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ജോബുകളും. ജനറൽ വർക്കേഴ്സ് എന്ന് പറയുമ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പിന്നെ നമ്മളുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്, കെയർ വിസ വന്നവരായിക്കോട്ടെ, അവർ രണ്ടുപേരാണ് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് വിസയ്ക്ക് അല്ലെങ്കിൽ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാറുള്ളത്. ഇതിൽ ക്രിട്ടിക്കൽ സ്കില്ലിൻ്റെ അണ്ടറിൽ വരുന്നവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അവരുടെ സാലറി ത്രഷോൾഡ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 40,000 സാലറി ഉള്ളവർക്ക് മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. അപ്പം അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന റെൻ്റ് എഗ്രിമെൻറ്റും കാര്യങ്ങളും കറക്റ്റാണ്. ഇപ്പം നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടുള്ള അക്കോമഡേഷൻ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവരിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാഷിൻ്റെ കാര്യമാണെങ്കിൽ പോലും. പിന്നെ ബാക്കിയുള്ള പേപ്പർ വർക്കെല്ലാം പഴയ പോലെ തന്നെയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ട് ചോദിക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജനറൽ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ അവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. എത്ര കൂടുതൽ എമൗണ്ട് കാണിച്ചിട്ട് കൂടുതൽ ഇൻകം അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ അതിപ്പം അപ്രൂവലാകുന്നത് വളരെ കുറവാണ്. ഇപ്പം എന്നോട് പലരും എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ജൂലൈയിൽ അപ്ലൈ ചെയ്താണ്, ജൂണിൽ അപ്ലൈ ചെയ്താണ്, ഞാൻ മാർച്ചിൽ അപ്ലൈ ചെയ്താണ്, ഇതുവരെ കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ മാത്രമല്ല, എന്നോട് തന്നെ ഒരു 7-8 പേരോളം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. അതിന് അവർക്ക് അപ്രൂവൽ ആകുന്നുമില്ല, എന്നാൽ റിജക്ഷൻ ആകുന്നുമില്ല. അവരുടെ പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നവരാണ്. ഇപ്പം അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചെയ്തവർക്ക് കിട്ടിയവരുണ്ട്, ക്രിട്ടിക്കൽ സ്കിൽ ഉള്ളവർക്ക്. അപ്പം അവരുടെ മേ ബി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാം. കാരണം അവർ ചിലരുടെ അപ്രൂവൽ ആയിട്ടുണ്ട് കേട്ടോ. അത് പേപ്പർ നോക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പേപ്പർ ആരാണോ നോക്കുന്നത്, അസസ് ചെയ്യുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓഫ് കോഴ്സ് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർ അവരറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ റിജക്ഷൻ വരാത്തതിന് കാരണം റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാരണം കിട്ടിയിട്ടുമില്ല, എന്നാൽ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വരുമാനം നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടും ആകാം ചിലപ്പോൾ നിങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ വേറൊരു വഴിയില്ല, എംബസി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മെയിൽ ത്രൂ, ഫോൺ ത്രൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്നോ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് വേറെ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് അത് വരുത്തുക. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെയിറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ വഴിയില്ല, അവരെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുകയോ, ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചിലർക്ക് റിജക്ഷനും വന്നിട്ടുണ്ട്. പേപ്പർ റെൻ്റ് എഗ്രിമെൻറ്റ് നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ കാണിച്ചാൽ നമുക്ക് കിട്ടാൻ പാടാണ്. അത് ഈവൻ ക്രിട്ടിക്കൽ സ്കില്ലിൻ്റെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ പോലും ഷെയർഡ് അക്കോമഡേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. നേരത്തെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം അപ്ലൈ ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്ത് അത് തന്നെ കാണിക്കുക. ജനറൽ ആണെങ്കിലും ക്രിട്ടിക്കൽ ആണെങ്കിലും നിങ്ങൾ അത് തന്നെ ശ്രമിക്കുക. പിന്നെ മാക്സിമം എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാൻ ശ്രമിക്കുക സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പം. പിന്നെ പേ സ്ലിപ്പ് കൊടുക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ റീസെൻ്റ് പേ സ്ലിപ്പ് കൊടുക്കുമ്പോൾ ആ പേ സ്ലിപ്പിൽ അത്യാവശ്യം എമൗണ്ട് ഉണ്ട് പേയിൽ, ഫോർട്ട്നൈറ്റ്ലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം എമൗണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം സബ്മിറ്റ് ചെയ്യുക. കൊടുക്കുന്ന പേപ്പറെല്ലാം പക്കായിരിക്കണം. നിങ്ങളുടെ റിലേഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളും പിള്ളേരും ഹസ്ബൻഡുമായിട്ട് റിലേഷൻ കാണിക്കുന്ന, പിന്നെ നിങ്ങൾ നാട്ടോട്ട് അയച്ചു കൊടുക്കുന്ന പൈസയുടെ റെസിപ്റ്റ്, നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി വേണേൽ അത്, അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രൂഫുകൾ കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ രണ്ടാമത് പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് വിസ അപ്രൂവൽ എന്നവർ പിന്നെ നമ്മളുടെ ടൈം പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടാകാതെ മാക്സിമം ഫസ്റ്റ് ടൈമിൽ തന്നെ അപ്രൂവൽ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഈ ഒരു 8 month 10 month പീരീഡ് വെയിറ്റ് ചെയ്യുന്നതല്ലേ, അപ്പം അതായിരിക്കും നല്ലത്.
പിന്നെ പിന്നെ ഇതാണ് മെയിൻലി പറയാനുള്ളത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പേപ്പർ വർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പം അതാണ് വിസ സംബന്ധിച്ച് പറയാനുള്ളത്. അതായത് ഫാമിലി റീയൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് നമ്മുടെ ഡിപ്പെൻഡ് വിസ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒരാളുടെ പേപ്പർ വെച്ചിട്ട് വേറൊരാളുടെ ആപ്ലിക്കേഷൻ വെച്ച് ഒരിക്കലും നമ്മുടെ ആപ്ലിക്കേഷൻ കണക്കാക്കരുത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഡിസംബർ 1 അപ്ലൈ ചെയ്തു, ഒരാൾ നവംബർ 25 അപ്ലൈ ചെയ്തു. നവംബർ 25 അപ്ലൈ ചെയ്ത ആളുടെക്കാളിൽ വരുമ്പോൾ ഡിസംബർ അപ്ലൈ ചെയ്ത ഒരാൾക്ക് വിസ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളുടെ പേപ്പർ ഓരോരുത്തരായിരിക്കും അസസ് ചെയ്യുന്നത്. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ കൊടുത്ത പേപ്പർ വർക്കെല്ലാം ഓക്കെ ആണോ, നമ്മൾ കൊടുത്ത് ഇപ്പം നമ്മൾ ഡിസംബർ 1 കൊടുത്ത ആൾ ചിലപ്പം കൂടുതൽ പേപ്പേഴ്സ് കൊടുത്തതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് ആ ഒരു വിസ അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. ഓക്കെ. അതുകൊണ്ട് വേറൊരാളുടെ പേപ്പർ വെച്ചിരിക്കും നമ്മളുടെ സമയം അനലൈസ് ചെയ്യരുത്. അവന് കിട്ടി, അവന് ഒരു മാസം മുമ്പ് കൊടുത്താണ്, ഒരു മാസം കഴിഞ്ഞ് കൊടുത്താണ്, അപ്പോൾ അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരെയും പേപ്പർ അസസ് ചെയ്യുന്നവരുടെയും പേപ്പറിൻ്റെ നമ്മൾ കൊടുത്ത പേപ്പറെല്ലാം ഓക്കെ ആണോ, അതിൻ്റെ എല്ലാം ക്ലാരിറ്റി കയറി ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അത് ഓരോ ഫയലും ഡിഫറൻ്റ് ആണ് കേട്ടോ. പിന്നെ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് വിസയിലുള്ളവരും ജനറൽ വർക്ക് വിസയിലും അവർ തമ്മിലും കമ്പയർ ചെയ്യില്ല. ഇപ്പോൾ ജനറൽ വർക്ക് വിസയിൽ ആണ് ഇവിടെ വന്നതെങ്കിൽ അവരുടെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ കുറച്ചും കൂടെ പാടാണ്, കുറച്ചുകൂടെ കാലതാമസം എടുക്കും, കുറച്ചുകൂടെ അവർ നോക്കും നമ്മുടെ പേപ്പർ. ഓക്കെ. അപ്പം ക്രിട്ടിക്കൽ സ്കില്ലിൽ പെട്ടെന്ന് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്നിരിക്കും, ജനറലിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് വെച്ചും കമ്പയർ ചെയ്യില്ല. അപ്പം അങ്ങനെ പരസ്പരം കമ്പയർ ചെയ്യുകയും ചെയ്യരുത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഓരോരുത്തരുടെ പേപ്പർ ഡിഫറൻ്റ് ആണ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചും പിന്നെ പേപ്പർ വർക്കിനെ സംബന്ധിച്ചും പറയാനുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ അയർലൻഡിലേക്ക് ഇനി വരുന്നവർ, അയർലൻഡ് ഇപ്പോഴും ഫുള്ളി ഓപ്പൺ ആണ്. ഓക്കെ. പഴയ പോലെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ബാക്കിയുള്ള പ്രൊഫഷണൽസുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അയർലൻഡ് ഇപ്പോഴും ഓപ്പൺ ആണ്, സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ ഓപ്പൺ ആണ്. അപ്പം പക്ഷേ ഇപ്പം ഇമിഗ്രൻസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ അവർ ഒരു കർശനമായ നോട്ടമുണ്ട് പേപ്പറിൽ. പിന്നെ അവർ ലിമിറ്റ് ചെയ്യുന്നുണ്ട് നമ്പേഴ്സ്. ഓക്കെ. ഇത്ര പേര് വരാവുള്ളൂ, ഇത്ര പേരുടെ അപ്രൂവൽ ചെയ്തുള്ളൂ, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിയുള്ള കാലത്ത് കൂടത്തുള്ളൂ, ആ ലിമിറ്റേഷൻ കൂടത്തുള്ളൂ. ഒരിക്കലും ഫുള്ളി ഇനിയും പഴയ പോലെ ഒരു 3 വർഷം മുമ്പത്തെ പോലെ അത്ര ഓപ്പൺ ആയില്ല. അതിങ്ങനെ ലിമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ നോക്കുന്നവരാണെങ്കിൽ അയർലൻഡ് ഒരു നല്ല കൺട്രിയാണ്, എല്ലാം കൊണ്ടും, സാലറി കൊണ്ടും ലൈഫ് ബാലൻസ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല കൺട്രിയാണ്. നിങ്ങൾ കയറി വരിക പെട്ടെന്ന് തന്നെ, അല്ലാതെ മടിച്ചിരിക്കില്ല. നാളെ ഒരു ദിവസം ചിലപ്പോൾ അവർ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും പകുതിയായിട്ട് പിന്നെയും ലിമിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അയർലൻഡ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കയറി വരിക. അതിപ്പം വർക്ക് ചെയ്യാനാണെങ്കിലും സ്റ്റഡി ചെയ്യാനാണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ടോ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.